ഒഡീഷ തീരത്ത് ലക്ഷക്കണക്കിന് ഒലീവ് റിഡ്ലി കടലാമകൾ മുട്ടയിടാനെത്തുന്ന മനോഹരമായ ദൃശ്യം തത്സമയ റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വംശവർദ്ധനയ്ക്കായി ഒലീവ് റിഡ്ലികൾ മുടങ്ങാതെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരള തീരവും. അതുകൊണ്ട് തന്നെ അവർ മുട്ടയിടാനെത്തുന്നതും നാട്ടുകാർ സംരക്ഷണം ഒരുക്കുന്നതും എല്ലാം വീഡിയോകളായും ഫോട്ടോകളായും ഒക്കെ വാർത്തകൾ നിറയാറുണ്ട്. ഇനി പറയാൻ പോകുന്നത് വലിയ ഷോ ഒന്നും കാണിക്കാതെ ആരും അറിയാതെ തുമ്പ തീരത്തെത്തിയ ഒലീവ് റിഡ്ലിയെ കുറിച്ചാണ്. മുട്ടകൾ വിരിഞ്ഞ് നൂറുകണക്കിന് കുഞ്ഞാമകൾ കടലിലേക്ക് പോയതിനു ശേഷം മാത്രമാണ് നാട്ടുകാരിത് അറിഞ്ഞത് തന്നെ. ഒരുപാട് കളിയാ. വെള്ളത്തിൽ തട്ടി കളഞ്ഞ അളിയാ അത് പോവളിയാ. എന്താ ഗൂഗിളിനകത്ത് ചേരുന്നുണ്ട് തത്സമയം. ഗൂഗിൾ കുറെ കുഞ്ഞനാമകൾ കാണാൻ തന്നെ മനോഹരമായ ഒരു കാഴ്ച. അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഷോ ഒന്നും ഇല്ലാതെ ആരും അറിയാതെ നൈസായി വന്ന് മുട്ടയിട്ട കുഞ്ഞുങ്ങളുമായി തിരിച്ച് അതേപോലെ പോയി എന്നുള്ളതാണ്. അപ്പൊ ചുറ്റും കൂടി കാഴ്ചക്കാരായി ഒരുപാട് പേരുണ്ട്. എന്തായാലും മനോഹരമായ കാഴ്ച കണ്ടെല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും അല്ലേ? തിരുവനന്തപുരം വേളി കടപ്പുറത്തു നിന്നുള്ള മനോഹര ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ആമമുട്ട വിരിഞ്ഞിറങ്ങി പോകുന്നതും അതിനെ കടലിലേക്ക് ആളുകൾ ഇറക്കി വിടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒലിവ് റിഡ്ലി എന്ന് പറയുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ആമ ഇനത്തിന്റെ മുട്ടയാണ് ഇപ്പോൾ ഈ സമയത്ത് വിരിഞ്ഞ് കടലിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. ലക്ഷോപലക്ഷം ആമകളാണ് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒഡീഷ തീരത്തേക്ക് വരുന്നത്. കേരളത്തിന്റെ തീരത്ത് അത് അത്ര പുതുമയുള്ള ഒരു കാഴ്ചയൊന്നും അല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരം ആമകൾ വരികയും മുട്ടയിട്ട് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒഡീഷ തീരത്തെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്നത് വളരെ ചുരുക്കം ആമകൾ മാത്രമാണ്. പക്ഷേ ഒഡീഷയിൽ അങ്ങനെയല്ല. ലക്ഷോപലക്ഷം ആമകൾ വന്ന് മുട്ടയിട്ട് കോടിക്കണക്കിന് കോടാനുകോടി കുട്ടികളുമായി കടലണയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതുമാണ്. എന്തായാലും ഈ വംശനാശ ഭീഷണി നേരിടുന്നത് കൊണ്ട് തന്നെ ഇവയെ പിടിക്കുന്നതും അതേപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കായി വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ഇതിനെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അതൊക്കെ വന നിയമത്തിലൊക്കെ വരുന്നതാണ്. അതേപോലെ തന്നെ IUCN അടക്കമുള്ള കൺസർവേഷൻ സൊസൈറ്റികളൊക്കെ ഇത്തരത്തിൽ ഇതിൻ്റെ കച്ചവടവും വിപണനവും അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായും മാംസത്തിനും ഒക്കെ ആയിട്ട് പിടിക്കുന്നതൊക്കെ വിലക്കിയിട്ടുള്ളതുമാണ്. എന്തായാലും തിരുവനന്തപുരം തീരത്ത് അതിന് സംരക്ഷണ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന ഒരുപറ്റം ആളുകളെയൊക്കെ നമ്മൾ മുൻപ് വാർത്തയിലൂടെ കാണിച്ചതാണ്. കാരണം ഈ മുട്ട ആമ ഇട്ടതിന് ശേഷം അതിനെ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ മുട്ട മാറ്റുന്നു. പലപ്പോഴും ഈ മുട്ട വിരിയുന്ന ഒരു സാഹചര്യമൊന്നും കേരള തീരത്തില്ല. അത് വളരെ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് വിരിയുക. അതിന് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ്. വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഈ ആമമുട്ടകൾക്ക് ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വംശവർദ്ധനവിനുള്ള ഒരു ഇടം ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ വേളിയിൽ നിന്നുള്ള ഒരു കാഴ്ച അതൊരു പ്രതീക്ഷയാണ്. കാരണം ഇനി വരുന്ന സമയത്താണെങ്കിലും കാലാകാലങ്ങളിൽ ആമകൾ ഇവിടേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രജനന കേന്ദ്രമായി തിരുവനന്തപുരം തീരങ്ങളൊക്കെ മാറുന്നുമുണ്ട്. ആ മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിരവധി മുട്ടകളാണ് ഇപ്പോൾ വിരിഞ്ഞ് ഇറങ്ങിപ്പോയത്. ഇതിനകത്ത് മത്സ്യത്തൊഴിലാളികളും അതേപോലെ തന്നെ ആ പ്രദേശത്ത് താമസിക്കുന്നവർ നടത്തിയിട്ടുള്ള അവരുടെ പ്രയത്നം വളരെ വലുതാണ്. ഈ മുട്ടകൾ സംരക്ഷിക്കുന്നതിലും അത് അത്രത്തോളം കാലം കാത്തു സൂക്ഷിക്കുന്നതിലും ഒക്കെ അവർ കണ്ടെത്തിയ അവരുടേതായിട്ടുള്ള ഒരു എഫോർട്ട് വളരെ വലുതാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നതും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ആമകൾ വിരിഞ്ഞിറങ്ങി പോകുന്നതും. കാരണം അതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുകയും ഉപദ്രവിക്കാതെ മുട്ടകൾ പരിപാലിച്ച് മുൻപോട്ട് പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് കാണാൻ സാധിക്കുന്നതിലും ഈ ഒഡീഷ തീരത്ത് നിന്നുള്ള മനോഹര ദൃശ്യങ്ങളും ഒക്കെ മുൻപോട്ട് വരുമ്പോൾ നമുക്കും അത്തരത്തിലൊരു പ്രജനന കേന്ദ്രം ആയി തന്നെ തിരുവനന്തപുരം മാറിയതിൽ ഉള്ള ഒരു സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ്. ശരി. അപ്പോൾ ഒലീവ് റിഡ്ലി കടലാമകളുടെ മനോഹരമായ ഒരു ദൃശ്യങ്ങളും കേരള തീരത്തിന്റെ ആ ഒരു വിശേഷങ്ങളുമാണ് ഗൂഗിളിനകത്ത് പങ്കുവച്ചത്.